الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ 18-ാമത്തെ അധ്യായമായ സൂറത്തുൽ കഹ്ഫിൽ അതിൻ്റെ 32-ാമത്തെ ആയത്ത് മുതൽ ഒരൽപ്പം മുന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ആളുകളുടെ സംഭവം വിവരിക്കുന്നുണ്ട്. ഇതിലൊരാൾ അള്ളാഹുവിനെ നിഷേധിച്ച വ്യക്തിയും മറ്റൊരാൾ അള്ളാഹുവിൽ വിശ്വസിച്ച സാലിഹായ വ്യക്തിയുമാണ്. അവരെ സംബന്ധിച്ച് സൂറത്ത് അൽ കഹ്ഫിന്റെ 32-ാമത്തെ ആയത്ത് മുതൽ തുടങ്ങുകയാണ്. അല്ലാഹു തആല ഇപ്രകാരം അവരെ കുറിച്ച് നമ്മെ അറിയിക്കുകയാണ്. വദരിബ ലഹും മസലൻ റജുലൈനി ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി മിൻ അഅനാബിൻ വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സറഅ. നീ അവർക്ക് നബിയെ ഒരു ഉദാഹരണം വിവരിച്ചു കൊടുക്കുക. രണ്ട് പുരുഷന്മാർ, അവരിൽ ഒരാൾക്ക് നാം മുന്തിരിത്തോട്ടങ്ങൾ നൽകി. അവയെ, ആ മുന്തിരിത്തോട്ടങ്ങളെ നാം ഈന്തപ്പന കൊണ്ട് വലയം ചെയ്തു. അവക്കിടയിൽ, ആ തോട്ടത്തിനിടയിൽ, ഈന്തപ്പന കൊണ്ട് വലയം ചെയ്ത മുന്തിരിത്തോട്ടത്തിനിടയിൽ ധാന്യകൃഷിയിടങ്ങളും നൽകി. അല്ലാഹു തആല പറയാം. അതിൽ റബ്ബുൽ ഇസ്സത്ത് ഈ സംഭവത്തിലൂടെ പറയുന്നത്, കാഫിറായ വ്യക്തി, അള്ളാഹുവിനെ നിഷേധിച്ച വ്യക്തിക്ക് നാം മുന്തിരികളുടെ 2 തോട്ടങ്ങൾ നൽകി. ആ തോട്ടങ്ങളുടെ വസഫ്, വിശേഷണം പറയണം. ആ 2 തോട്ടങ്ങളെയും ഈന്തപ്പന കൊണ്ട് വലയം ചെയ്തു. ഇപ്പോൾ ഈ 2 തോട്ടങ്ങളും ഉള്ളത് ഈന്തപ്പനകളാൽ വലയം ചെയ്യപ്പെട്ട ഒന്നിനകത്താണ്. മാത്രമല്ല, അതിനുള്ളിലെ, ആ തോട്ടത്തിനുള്ളിലെ മൈതാനിയിൽ നാം ധാന്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്തു. മനുഷ്യർക്ക് ആവശ്യമായ, തിന്നാനും കഴിക്കാൻ ആവശ്യമായ ധാന്യങ്ങൾ. എന്നിട്ടുള്ള പറയാണ്, കിൽതൽ ജന്നതൈനി ആതത് ഉകുലഹ വലം തളിം മിൻഹു ശൈഅ വഫജ്ജർനാ ഖിലാലഹുമാ നഹറ. ഈ 2 തോട്ടങ്ങളും അവയുടെ ഫലങ്ങൾ നൽകി വന്നു. അതിൽ യാതൊരു കുറവും അത് വരുത്തിയില്ല. അവക്കിടയിലൂടെ നാം ഒരു നദി, ഒരു അരുവിയെ ഒഴുക്കുകയും ചെയ്തു. സൂറത്തിലെ 33-ാമത്തെ ആയത്തിൽ. അതായത് ഓരോ തോട്ടങ്ങളും അതിന്റെ ഫലങ്ങൾ, ഈന്തപ്പഴം, മുന്തിരി, ധാന്യവും ഒക്കെ നൽകിക്കൊണ്ടേയിരുന്നു. അതിലൊരു കുറവുണ്ടായില്ല. നാൾക്ക് നാൾ, അല്ലെങ്കിൽ അതിന്റെ കൃഷിയുടെ വിളവെടുപ്പിന്റെ വേളയിൽ വർദ്ധിച്ചു വരിക എന്നതല്ലാതെ ഒരിക്കലും അത് കുറയുന്നില്ല. മറിച്ച് അവയുടെ ഉൽപാദനം പരിപൂർണമായിരിക്കുന്നു. അവക്കിടയിലൂടെ ചെടികൾ നനക്കുവാൻ, ഈ കൃഷിയുടെ ആവശ്യത്തിനായി നനയ്ക്കാൻ എളുപ്പമാകുന്ന രൂപത്തിൽ അല്ലാഹു തആല പറയാണ്, നാം ഒരു നദി ഒഴുക്കുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, വകാന ലഹു സമറുൻ ഫഖാല ലിസാഹിബി വഹുവ യുഹാവിറുഹു
അന അക്തറു മിൻക മാലൻ വഅഅസ്സു നഫറ. ഈ തോട്ടത്തിന്റെ ഉടമയായ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത വ്യക്തി, ആ വ്യക്തിക്ക് വേറെയും ഫലങ്ങൾ ഉണ്ടായിരുന്നു. തഫ്സീറിൽ കാണാം മറ്റു പലതരത്തിലുള്ള വരുമാനങ്ങൾ, ദഹബ്, ഫിദ്ദത്ത് പോലെ, വെള്ളി, സ്വർണം പോലെ ധാരാളം മറ്റു വരുമാന മാർഗങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ തന്റെ ചങ്ങാതിയോട് അഥവാ മുഅ്മിനായ വ്യക്തിയോട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ, അല്ലെങ്കിൽ വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയും അദ്ദേഹം അയാളോട്, മുസ്ലിമായ വ്യക്തിയോട് പറയുകയുണ്ടായി, ഞാൻ നിന്നെക്കാൾ കൂടുതൽ സമ്പത്തുള്ളവനും സംഘബലം കൊണ്ട് കൂടുതൽ ഇസ്സത്തുമുള്ളവനാണ്. ഈ വാക്കുകളെ കുറിച്ച് വെക്കണം. 2 തോട്ടങ്ങളുള്ള വ്യക്തിക്ക് ധാരാളം സമ്പാദ്യങ്ങളും മറ്റ് പല വരുമാനങ്ങളും ഉണ്ടായിരുന്നു. അള്ളാഹുവിൽ വിശ്വസിച്ച് തന്റെ കൂട്ടുകാരനോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ആ അള്ളാഹുവിൽ വിശ്വസിച്ച ആളിൽ സ്വാധീനം ചെലുത്തുന്നതിനു വേണ്ടി തന്റെ സമ്പാദ്യത്തിൽ വഞ്ചിതനായിക്കൊണ്ട് അയാൾ പറഞ്ഞു, നിന്നെക്കാൾ സമ്പാദ്യമുള്ളവൻ ഞാനാണ്, നിന്നെക്കാൾ സ്ഥാനമുള്ളതും എനിക്കാണ്, കൂടുതൽ ശക്തമായ സംഘബലമുള്ളതും എനിക്കാണ് എന്ന്. അതായത് സ്വത്തുണ്ട്, പദവിയുണ്ട്, ആൾബലമുണ്ട്, കരുത്തുണ്ട് എന്നർത്ഥം. വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സി ഖാല മാ അദുന്നു അൻ തബീദ ഹാദിഹി അബദ. സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ച്, അന്യായം പ്രവർത്തിച്ചുകൊണ്ട് അവൻ തന്റെ തോട്ടത്തിൽ പ്രവേശിച്ചു. തോട്ടത്തിലേക്ക് പ്രവേശിച്ച തോട്ടത്തിന്റെ ഉടമയായ അള്ളാഹുവിൽ നിഷേധിച്ച ആള് പറഞ്ഞു, ഒരിക്കലും ഇതൊന്നും നശിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടും തനിച്ച പ്രൗഢിയോടുകൂടിയും അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയോടൊപ്പം കൂടാരുണ്ട്, സുഹൃത്തായ മുഅ്മിനായ വ്യക്തിയുണ്ട്. അയാളോടൊപ്പം തന്നെ അദ്ദേഹത്തിന് തന്റെ തോട്ടം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ തോട്ടത്തിൽ പ്രവേശിച്ചു. അള്ളാഹുവിനെ നിഷേധിച്ച ആ മനുഷ്യൻ പറഞ്ഞു, നീ കണ്ടുകൊണ്ടിരിക്കുന്ന തോട്ടം എന്നെങ്കിലും ഇല്ലാതായി പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അഹങ്കാരം കൊണ്ട് കണ്ണുമൂത്ത മനുഷ്യന്റെ വർത്താനാണ്. ഒരിക്കലും ഇത് നശിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്താ അറിയോ, ഇത് നിലനിൽക്കാൻ വേണ്ടതായ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ്. അതായത് ഈ ലോകത്തിന്റെ നാശത്തെയും അവന്റെ തോട്ടത്തിന്റെ നാശത്തെയും അവൻ നിഷേധിച്ചു. ഈ ലോകത്തിന്റെ നാശത്തെയും ഈ തോട്ടത്തിന്റെ നാശത്തെയും അവർ നിഷേധിച്ചു എന്ന് മാത്രമല്ല, പുനരുത്ഥാനത്തെയും പ്രതിഫലത്തെയും അവർ നിഷേധിച്ചു. അതാണ് അല്ലാഹു തആല ശേഷം പറയുന്നത്, വമാ അദുന്നു സ്സാഅത ഖായിമതൻ വലഇൻ റുദിത്തു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബാ. അന്ത്യസമയം ഖിയാമത്ത് നാള് നിലവിൽ വരും എന്നും ഞാൻ വിചാരിക്കുന്നില്ല. വല്ലാഹുൽ മുസ്തഅൻ. ഭൗതിക പ്രമത്തതയിൽ, സ്വത്തിൽ, അധികാരത്തിൽ, സ്ഥാനമാനങ്ങളിൽ, തറവാടിത്വത്തിൽ, ലഭിച്ച സമ്പത്തിൽ, എല്ലാ അർത്ഥത്തിലുമുള്ള ഭൗതികമായ പ്രമത്തതയിൽ ജീവിച്ച വ്യക്തി പറയാണ്, അങ്ങനെ ഒരു ഖിയാമത്ത് നാൾ ഉണ്ടാകും, ഒരു ഒടുക്കമുണ്ടാകും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇനിയോ വലഇൻ റുദിത്തു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. ഇനി അങ്ങനെ ഉണ്ട് തീർക്കാം, ഞാൻ എന്റെ റബ്ബിങ്കിലേക്ക് മടക്കപ്പെടുകയാണെങ്കിലോ, അങ്ങനെ ഒരു തിരിച്ചുപോക്കുണ്ടെങ്കിലോ, തീർച്ചയായും മടങ്ങിച്ചെല്ലുന്നതിന് ഇതിനേക്കാൾ ഉത്തമമായ ഗുണകരമായ ഒരു സ്ഥലം എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. യാ ഇലാഹി, വല്ലാത്തൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞു പോയത്. അതായത് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല എന്ന്. ഈ ജീവിതം ഇങ്ങനെ തുടർന്നു പോകും, മരിക്കണവരെ പോകും. ഇനി അതെങ്ങനെ സംഭവിച്ചാൽ തന്നെയും മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് നേരിക്ക. ഇപ്പോൾ അയാൾ അംഗീകരിക്കുന്നില്ല, അയാൾ പരലോകത്തെ നിഷേധിക്കണം. അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരു വ്യക്തിയിൽ രണ്ടാമതുണ്ടാകുന്ന ദുസ്വഭാവമാണ് ആഖിറത്തെ നിഷേധിക്കൽ. നിങ്ങൾ പരിശോധിച്ച് നോക്കി, ഈ ലോകത്ത് നിരീശ്വരവാദികളായി അറിയപ്പെടുന്ന ഒട്ടുമിക്ക വ്യക്തികളെയും പരിശോധിച്ച് നോക്കി, അവരാദ്യം പരിഹസിക്കുന്നത് ഹൂറുലീങ്ങളെയാണ്, അവരാദ്യം പരിഹസിക്കുന്നത് സ്വർഗത്തെയാണ്, അവര് പരിഹസിക്കുന്നത് നരകത്തിലെ അദാബുകളെയാണ്. കാരണം എന്താ? ഇതെല്ലാം പടച്ചവനായ റബ്ബുൽ ഇസ്സത്തിനെ പരിഹസിച്ച, റബ്ബുൽ ഇസ്സത്തിൽ വിശ്വസിക്കാതിരുന്നവന് പിന്നെന്താ ആഖിറം? അപ്പൊ അള്ളാഹുവിൽ വിശ്വസിച്ചവർ പിന്നെ പരിഹസിക്കുന്നത് എന്തിനാണ്? പരലോകത്തെയാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് കൂടി അതിലുണ്ട്, മുഫസ്സിറുകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. അഹങ്കാരം കൊണ്ട് കണ്ണ് മഞ്ഞടിച്ചുപോയ ഒരു മനുഷ്യന്റെ സംസാരമാണത്. ഇനി അങ്ങനെ സംഭവിച്ചാൽ
മരണത്തിന് ശേഷം എനിക്കൊരു വീണ്ടും ജീവിതം ഉണ്ടായാൽ ഞാൻ പുനരുജ്ജീവിക്കപ്പെടുകയും എന്റെ റബ്ബിങ്കലേക്ക് ഞാൻ മടക്കപ്പെടുകയും ചെയ്താൽ ആ ലോകത്തും ഈ തോട്ടത്തെക്കാൾ ഉത്തമമായത്, ഗുണകരമായത്, ഗംഭീരമായത്, സമൃദ്ധമായത് ഞാൻ മടങ്ങി ചെല്ലുന്നിടത്ത് എനിക്ക് കണ്ടെത്താൻ കഴിയും. കാരണം എന്തറിയോ? ഇഹലോകത്ത് ഈ ദുനിയാവിൽ ഞാൻ ധനികനാണ് എന്നതിനാൽ പുനരുദ്ധാനത്തിന് ശേഷവും തീർച്ചയായും ഞാൻ ധനികൻ തന്നെ ആയിരിക്കും. ഇവിടെ എനിക്ക് അള്ളത് തന്നിട്ടുണ്ടെങ്കിൽ നാളെ അവിടെയും എനിക്കിങ്ങനെ തന്നെ കിട്ടുമെന്നാണ് അവന്റെ സംസാരമാണ്. നമ്മൾ ഇന്ന് പോലും ഓതിപ്പോയ സൂറത്തിലൂടെയാണ് നമ്മൾ പോണത്. പ്രിയമുള്ളവരെ, അയാളെല്ലാം മറന്ന് അഹങ്കരിച്ചു. അഹങ്കാരത്തോടെയാണ് അവൻ തന്റെ തോട്ടങ്ങളിൽ പ്രവേശിച്ചിരുന്നത്. ശേഷമുള്ളത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരിക്കലും തന്നെ ഈ തോട്ടവും ഈ തോട്ടത്തെ വലയം ചെയ്യുന്ന ഈന്തപ്പന മരങ്ങളും അതിനിടയിൽ ഇടക്കിടക്കായി അയാൾ ചെയ്തു പോയ വിളകളും അതിൽ നിന്ന് ലഭിക്കുന്ന ഈ സൗകര്യങ്ങളുമൊന്നും ഒരിക്കലും നശിച്ചു പോവുകയില്ല. മാത്രമല്ല, അന്ത്യസമയം നിലവിൽ വരുമെന്നോ ഞാൻ വിചാരിക്കുന്നില്ലെന്നും ഇനി അള്ളാഹുവിങ്കലേക്ക് മടക്കപ്പെടുകയാണെങ്കിൽ തന്നെയും ഇതിനേക്കാൾ ഉത്തമമായ ഒരു സ്ഥലം എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നും അയാള് തന്റെ സുഹൃത്തിനോട് വീമ്പ് പറഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം എന്റെ ബാക്കി. ഈ സന്ദർഭത്തിൽ നമ്മൾ നോദിപ്പോയതാണ്. ഈ സന്ദർഭത്തിൽ അവന്റെ ഈ തോട്ടക്കാരന്റെ സത്യവിശ്വാസിയായ കൂട്ടുകാരൻ അവനോട് സംസാരിക്കുന്ന സന്ദർഭമാണ് ശേഷം അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ വ്യക്തമാക്കണ 37-ാമത്തെ ആയത്ത് മുതൽ. എന്തായത്തറിയോ? ഖാല ലഹു സ്വാഹിബുഹു വഹുവ യുഹാവിറുഹു أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا. അവന്റെ ചങ്ങാതി, ഈ സുഹൃത്ത് അവനുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ പറഞ്ഞു, മണ്ണിൽ നിന്നും ശേഷം ഇന്ദ്രിയ ബിന്ദുവിൽ നിന്ന് അല്ലെങ്കിൽ ബീജത്തിൽ നിന്നും നിന്നെ സൃഷ്ടിക്കുകയും പിന്നീട് നിന്നെ ഒരു പുരുഷനായി സംവിധാനിക്കുകയും ചെയ്തവനിൽ നീ അവിശ്വസിച്ചിരിക്കുകയാണെന്നാണ്. അള്ളാഹുവിന്റെ ആസ്തിക്യത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. വഹദാനിയത്തിനെ തെര്യപ്പെടുത്തുകയാണ്, അയാളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയോ? ലാകിന്നഹു വല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദാ. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, തോട്ടക്കാരനോട് പറയണം, സുഹൃത്തെ ശ്രദ്ധിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹുവാകുന്നു എന്റെ റബ്ബ്. ഏതൊരു കാഫിറായ, ഏതൊരു മുശ്രിക്കായ, ഏതൊരു ഭൗതിക പ്രമത്തതയിൽ ആറാടുന്ന, ഈ ദുനിയാവ് മതി, ഇതാണ് പ്രധാനം എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാർ, ഒരു പരിചയക്കാർ, ഒരു അയൽവാസി നമുക്കുണ്ടെങ്കിൽ അവന്റെ മുന്നിൽ പ്രഖ്യാപിക്കേണ്ട വാചകം ലാകിന്നഹു വല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദാ. അല്ലാഹു ആകുന്നു എന്റെ റബ്ബ്, എന്റെ റബ്ബിനോട് യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കൂലതാണ്. എന്തതിന്റെ മാനെന്നത്? എന്നാൽ ഞാൻ നിന്റെ ഈ വിശ്വാസം പറയുന്നവനല്ല. ഏതാ നിന്റെ വിശ്വാസം? അങ്ങനെ ഒരു പരലോകമില്ല, ഒരു മരണാനന്തര ജീവിതമില്ല, അങ്ങനെ ഒരു റബ്ബ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല. അതുവഴി അയാൾ പരലോകത്തെ മാത്രമല്ല അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന ആളാണ്. മറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. അതെന്താണെന്നറിയോ? അള്ളാഹു അവനാകുന്നു എന്റെ റബ്ബ്. നമ്മുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞത് അവനാകുന്നു. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമ അവനാകുന്നു. നിനക്ക് മുന്തിരിത്തോട്ടങ്ങൾ നൽകിയതും ആ തോട്ടങ്ങൾക്ക് മറയായി സുന്ദരമായ രൂപത്തിൽ ഭംഗിയിൽ ഈന്തപ്പന മരങ്ങളാൽ വലയം ചെയ്തതും അതിനിടയിൽ ധാന്യവിളകൾ സമ്മാനിച്ചതും അതിൽ കൃഷി നനക്കാൻ ആവശ്യമായ വെള്ളത്തെ അരുവിയെ നിന്റെ തോട്ടത്തിലൂടെ ഒഴുക്കിയതും അനുഗ്രഹങ്ങളുടെ മുഴുവനും ഉടമ അല്ലാഹുവാണ്. അതിനാൽ ആ അള്ളാഹുവിനുള്ള ആരാധനയിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കൂലെന്നാണ്. ഞാൻ എന്തിനത്രയും പറഞ്ഞു വെച്ചാല്, ഇത് പറഞ്ഞിട്ട് വിശ്വാസിയായ സുഹൃത്ത് നിഷേധിയായ തന്റെ സുഹൃത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കാണ് ഇന്നത്തെ ഖുത്ബയുടെ മർമ്മഭാഗം. എന്താ വാക്കറിയോ?
വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദാ വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത നീ നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ച സമയത്ത് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചതത്രേ അല്ലാഹുവെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും ഉണ്ടായിരിക്കുകയില്ല എന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? എന്ത് കാരണത്താൽ? ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദ നിന്നെക്കാൾ സമ്പത്തും സന്താനങ്ങളും കുറഞ്ഞവനായി നീ എന്നെ കാണുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വിശ്വസിച്ചവനായ വിശ്വാസിയായ കൂട്ടുകാരൻ നിഷേധിയായ തോട്ടക്കാരനായ തന്റെ സുഹൃത്തിനോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു. എന്താണ്? നിന്റെ തോട്ടത്തിൽ നീ പ്രവേശിച്ച സന്ദർഭത്തിൽ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ എന്തേ? നിന്നെക്കാൾ സമ്പത്തും സന്താനങ്ങളും കുറവുള്ളവനായി നീ എന്നെ കാണുന്നുവെങ്കിൽ ഞാൻ. പ്രിയമുള്ളവരെ, സമ്പാദ്യമോ സന്താനമോ ആൾബലമോ സംഘബലമോ തിണ്ണബലമോ ഇതാർക്കെങ്കിലും അവനവനെ കുറിച്ച് വല്ലാത്തൊരു അത്ഭുതം ജനിപ്പിക്കുന്നുവെങ്കിൽ ആ അനുഗ്രഹങ്ങൾ മുഴുവനും നൽകിയവനായ അതിന്റെ റബ്ബായ രക്ഷാധികാരിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തി പറയുകയാണ് വേണ്ടത്. സത്യത്തിൽ നീ പറയേണ്ടിയിരുന്നെന്താ? എന്താ? നിന്റെ കഴിവ് കൊണ്ട്, അല്ലെങ്കിൽ നിന്റെ ഹുങ്ക് കൊണ്ട്, അല്ലെങ്കിൽ നിന്റേതായ ഒരു ശൈലി കൊണ്ട് എന്നല്ല. ഏതൊരു നിഅമത്തിലും ഒരടിമ ഉടമയായ റബ്ബിനെ ഓർത്തിട്ട് പറയേണ്ടത് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് തോട്ടക്കാരന് മാത്രല്ല, ഒരു ചെറിയ സൈക്കിൾ എനിക്ക് നിങ്ങൾക്കുള്ളെങ്കിൽ നമ്മളും പറയേണ്ട വാക്കാ. ഒരു ബൈക്ക് നമുക്കുള്ളെങ്കിൽ നമ്മളും പറയേണ്ട വാക്കാ. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടും ഒരു 10 സെന്റ് വീടും നമുക്കുള്ളതെങ്കിൽ അതിനിടയിലൊക്കെ ഇരിക്കും നമ്മൾ പറയേണ്ട വാക്കാണ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവനന്റെ ഇണകളും മക്കളും കുടുംബങ്ങളും ഒരുമിച്ചിരിക്കുന്ന ആനന്ദത്തിന്റെ ഘട്ടമുണ്ടല്ലോ, ഒരു പക്ഷേ ദിക്ർ മറന്നു പോകുന്ന ഘട്ടം, നമ്മൾ പറയേണ്ട വാക്ക ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ഈ കലിമത്തിന്റെ അർത്ഥവും ആശയവും എന്താണ്? നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വിഷയമല്ലേ ഇത്? ഈ ഇരിക്കുന്ന എന്റെ മുന്നിലിരിക്കുന്ന ആളുകളിൽ ഏറ്റവും ചെറിയ ഒരു കുട്ടിക്ക് പോലും അറിയുന്ന കാര്യമല്ലേ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വ്യത്യസ്ത രീതികളിൽ നമുക്ക് ആ പദങ്ങൾ അറിയാം, കലിമത്ത് അറിയാം. എന്താണ് ഈ കലിമത്തിന്റെ അർത്ഥം? അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഹൗലും ഖുവത്തുമില്ല എന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതിന്റെ അർത്ഥം. അപ്പൊ എന്താണ് ഹൗൽ, എന്താണ് ഖുവത്ത്? ഹൗൽ എന്നാൽ, ശരിക്കും ശ്രദ്ധിക്കാം, ചെറിയ മക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം, കാരണം പ്രായമുള്ള ആളുകളെക്കാളും ഇത് തലയിൽ കയറാൻ ഏറ്റവും നല്ലത് നിങ്ങൾക്കാണ്. ഹൗൽ എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറുക എന്നാണ്. ഹൗൽ എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുക എന്നാണ്. ഖുവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറാനുള്ള ശക്തി എന്നാണ്. ഖുവത്ത് എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറാനുള്ള ശക്തി എന്നാണ്. പ്രിയമുള്ളവരെ, ഏതൊരു ചലനവും ആ ചലനത്തിന് ആവശ്യമായ ശക്തിയും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ ലഭിക്കുന്നില്ല എന്നതാണ് ഈ വാചകത്തിന്റെ ആശയം. ഈ പള്ളിയിലേക്ക് വരാൻ, ഇവിടുന്ന് തിരിച്ചു പോകാൻ, ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആസ്വാദനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെയല്ല. അല്ലാഹു അക്ബർ കബീറ. എന്റെ മഅന അതാണ്. ഇതിന്റെ ആശയം എന്താണ്? അതിന്റെ ആശയം എന്താ? അതിന്റെ അർത്ഥം അതാണ്. അതിന്റെ ആശയം എന്താണ്? മഅനി എന്താണ്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു, ലാ ഹൗല അൻ മഅസിയത്തില്ലാഹി ഇല്ലാ ബിഇസ്മത്തില്ലാഹ് വലാ ഖുവത അലാ ത്വാഅത്തില്ലാഹി ഇല്ലാ ബിഔനില്ലാഹ്. ലാ ഹൗല അൻ മഅസിയത്തില്ലാഹി ഇല്ലാ ബിഇസ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ
അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്നും പിന്തിരിയാൻ കഴിയുകയില്ല. വലാ ഖുവത അലാ ത്വാഅത്തില്ലാഹി ഇല്ലാ ബിഔനില്ലാ. അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിനുള്ള വഴിപ്പെടുന്നതിനുള്ള ശക്തി ഉണ്ടാവുകയും ഇല്ല. സുബ്ഹാനക യാ അലീം. നമ്മളൊന്ന് ആലോചിച്ചോക്കെ, റബ്ബ് ഇഷ്ടപ്പെട്ടതും റബ്ബ് ഇഷ്ടപ്പെടാത്തതും ജീവിതത്തിലേക്ക്, ഇഷ്ടപ്പെടാത്തതിനെ മാറ്റി നിർത്താൻ അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. ഇഷ്ടപ്പെട്ടത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അള്ളാഹുവിന്റെ സഹായമാണ്. ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, പണ്ഡിതന്മാർ വിശദീകരിക്കേണ്ടത്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ തിന്മയെ അകറ്റാനുള്ള ശക്തിയോ നന്മ നേടാനുള്ള ശക്തിയോ ഇല്ല. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ തിന്മയെ അകറ്റാനുള്ള ശക്തിയോ നന്മ നേടാനുള്ള ശക്തിയോ ഇല്ല. ഈ പദം എപ്പോഴും നമ്മൾ പറയുന്ന പദമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു പക്ഷേ എനിക്കിതിനകത്ത് പുതിയ തലമുറ ഇരിക്കുന്നതുകൊണ്ട് അവരോട് പറയാതെ വയ്യ. ഞാന് നമ്മുടെ മൊബൈലിലൊക്കെ ചില വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റതിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ കാണാം, ഒരു മുസ്ലിം വേഷം ധരിച്ച കുറച്ചൊരൽപ്പം വാല് പോലെ, തലേന്ന് ഒരു തൊപ്പി പോലെ, വാല് തൊപ്പി പോലെ ഇങ്ങനെ കോലൊക്കെ കെട്ടിയിട്ട് ഒരു ചെറിയ ബുൾഗാന്താടിയൊക്കെ വെച്ച ഒരു മനുഷ്യൻ ലാ ഹൗല വലാ എന്ന് പറഞ്ഞിട്ട് തമാശയാക്കുന്ന ഒരു രൂപം ഈ അടുത്തെവിടെയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ. ലാ ഹൗല വലാ, അത് കാറുകളെ പോലും പരിഹസിക്കുന്ന മുസ്ലിം വേഷധാരികൾ. എന്താ ഈ പറയണത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത് ഏതെങ്കിലും ഒരു തമാശ വർത്തമാനമാണോ? തമാശ വർത്തമാനാണോ? ആ രൂപവും അതിന്റെ താഴെ ലാ ഹൗല വലാ എന്ന സ്റ്റിക്കറും തമാശകളിൽ ഫോർവേഡ് ചെയ്യാനുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഉപയോഗിക്കണം പദം എന്താന്ന് മനസ്സിലാക്കട്ടെ. അള്ളാഹിനെ കൊണ്ടല്ലാതെ തിന്മയെ അകറ്റാനുള്ള ശക്തിയോ നന്മ തേടാനുള്ള ശക്തിയോ ഇല്ല. അതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്റെ നിങ്ങളുടെ ജീവിതത്തില് എത്ര ആഴത്തിൽ കടന്നു വരേണ്ട ഒരു പദാണിത്. ഇതാണ് മുസ്ലിം കോലം കെട്ടിയ, പണത്തിന് വേണ്ടി മാത്രം അഭിനയിക്കുന്ന ഒരുത്തന്റെ സ്റ്റിക്കർ വെച്ചിട്ട് നമ്മൾ നമ്മുടെ വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും പ്രചരിപ്പിക്കണമെങ്കിൽ വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന കലിമത്തിന്റെ മഹത്വങ്ങൾ ധാരാളമാണ്. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് മുഹദ്ദിഥീങ്ങളായ പല മഹാരഥന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ, അവരുടെ ഹദീസ് കിതാബുകളിൽ ഇത് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് അലാ അദുല്ലുക അലാ കലിമത്തിൻ ഹിയ കൻസും മിൻ കുനൂസിൽ ജന്ന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിക്ക് നൽകുന്ന ഉപദേശമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഖൈസേ, സ്വർഗത്തിലെ നിധികളിൽ ഒരു നിധിയായ ഒരു വാക്ക് ഞാൻ താങ്കൾക്ക് അറിയിച്ചു തരട്ടെ. സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്, തമാശ സ്റ്റിക്കർ അല്ലാതെ. സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധി. അതെന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പറയാൻ എളുപ്പമുള്ള, നാവിന് വഴങ്ങുന്ന, ഏത് കൊച്ചു കുഞ്ഞിന് പോലും നാവിൽ ഉരുവിട്ട ഹിഫ്ളാക്കാൻ ശീലമാകുന്ന, ഉരുവിടാൻ കഴിയുന്ന ഒരു പദം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഹൗലും ഖുവത്തുമില്ല. എന്താണത്? സ്വർഗത്തിലെ നിധിയാണെന്നാണ്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 6384 നമ്പർ എഴുതിയിരിക്കുന്ന ഹദീസാണ്. കുതുബ് സിത്തയിൽ പ്രധാനപ്പെട്ട ഇമാം തിർമിദിയുടെ സുനൻ, ഇമാം തിർമിദിയുടെ സുനനിൽ 3601 നമ്പർ എഴുതിയിരിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം. عن أبي هريرة رضي الله عنه قال قال لي رسول الله صلى الله عليه وسلم. അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു എന്നുള്ളതാണ്. എന്താണ്? അക്തിർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്ക് അബൂ ഹുറൈറ താങ്കൾ അധികരിപ്പിക്കുക, അത് പതിവാക്കുക, അത് താങ്കളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. എന്താ ഗുണം എന്നറിയോ? ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്ന. അബൂ ഹുറൈറ, അത് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. കൻസ്,
ആ പദത്തിന് മലയാളത്തിൽ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പദമാണ് നിധി എന്ന്. പക്ഷെ ആ പദം എന്താന്ന് ആധുനിക തലമുറക്ക് നിധി എന്താന്ന് അറിയാത്ത ഒരാളോട് അത് സംസാരിച്ച പ്രയോജനമല്ല. അതുകൊണ്ട് തൽക്കാലങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കാം, പിന്നീട് പഠിച്ചാൽ മതി. കുനൂസ്, കൻസ്, വല്ലാത്തൊരു വാക്കാണത്. നോക്കൂ നിങ്ങൾ, ഇതേ വിഷയം ഇമാം അഹ്മദിന്റെ മുസ്നദിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് കാണാം. ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അദുല്ലുക അലാ കലിമത്തിൻ മിൻ തഹ്തിൽ അർശ് മിൻ കൻസിൽ ജന്ന. അർശിന് താഴെയുള്ള സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു വാക്യത്തെ കുറിച്ച് ഞാൻ താങ്കൾക്ക് അറിയിച്ചു തരട്ടെയോ അബൂ ഹുറൈറ? തഖൂലു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. താങ്കൾ ഇങ്ങനെ പറയാം, എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് താങ്കൾ പറയുക. അങ്ങനെ പറഞ്ഞാൽ എന്താ മെച്ചെന്നറിയോ? ഫയഖൂലുല്ലാഹ്, അപ്പോൾ അല്ലാഹു പറയും, അസ്ലമ അബ്ദി വസ്തസ്ലമ. അസ്ലമ അബ്ദി വസ്തസ്ലമ, എന്റെ അടിമ എനിക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു. എത്രത്തോളം? വസ്തസ്ലമ, പരിപൂർണമായി കീഴൊതുങ്ങിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബിദ്നില്ലാഹ് ഈ ഇസ്തിസ്ലാം എന്ന പദം വേറെ തന്നെ പഠിക്കേണ്ടതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഒരു ഖുത്ബയിൽ നമുക്കത് വിശദീകരിക്കേണ്ടതുണ്ട്. ഇസ്തിസ്ലാം എന്താണ്? ഇസ്തിസ്ലാം എന്നത് പ്രിയമുള്ളവർ, ഈ ഹദീസിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താ? അർശിന് താഴെയുള്ള സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണെന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇനി നോക്കൂ, നിങ്ങൾ വീണ്ടും കാണാം മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ലന അമറനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബ്ഇൻ. എന്റെ കൂട്ടുകാരൻ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 കാര്യങ്ങൾ കൊണ്ട് എന്നോട് കൽപ്പിച്ചു എന്നാണ്. ആ പദത്തില് വരുന്ന അവരും അവരുടെ പ്രവാചകരും തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത അത് വല്ലാത്തൊരു വാക്കാണ്. എന്തോ ഒരു ഹൃദ്യതയുള്ള നസീഹത്താണ് അദ്ദേഹം നൽകിയത്. വഅമറനി, അതിലൊന്നും തരും, അൻ അക്സിറ മിൻ ഖൗൽ. എന്റെ കൂട്ടുകാരൻ എന്നോട് 7 കാര്യങ്ങൾ കൊണ്ട് കൽപ്പിച്ചു എന്നാണ്. അതില് ഒരു വാക്കെന്നോട് അധികരിക്കാൻ കൽപ്പിച്ചു. അതെന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന വാക്കെന്നോട് അധികരിപ്പിക്കാൻ കൽപ്പിച്ചു. അതിങ്ങനെ എപ്പോഴും പറയാൻ വേണ്ടി കൽപ്പിച്ചു. ഫഇന്നഹുന്ന മിൻ കൻസിൻ തഹ്തൽ അർശ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അർശിന്റെ താഴെയുള്ള ഒരു നിധിയിൽപ്പെട്ടതാണ് എന്ന് ശഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിലുള്ളൊരു വിഷയമാണത്. ഈ അദ്കാർ, പ്രത്യേകിച്ചും അതിന്റെ മആനിയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. എന്ത്? അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിനുള്ള ശക്തി ഉണ്ടാവുകയുമില്ല എന്നതാണ് അതിന്റെ മഅന. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله، اوصيكم واياي بتقوى الله. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഇല്ലെന്ന നിവേദനം അല്ലമ അൽബാനി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സിൽസിലത്തു സഹീഹയിൽ സ്വീകാര്യോഗ്യമായ സനദാണ് എന്ന് പറഞ്ഞ ഹദീസാണ്. ഇസ്രാഇന്റെ രാത്രി, ലൈലത്തുൽ ഇസ്രാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാത്രി യാത്രയിൽ മഹാനായ ഖലീലുല്ലാഹി അബുൽ അംബിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അരികിലൂടെ കടന്നുപോയി. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, ഒരു കഥ മാത്രമല്ല, അത് വലിയൊരു വിഷയം കൂടിയുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, മൻ മഅക യാ ജിബ്രീൽ. ജിബ്രീൽ, നിങ്ങളെ കൂടെയുള്ളത് ആരാണ്? നബിയാണ്. ഇബ്രാഹിം നബി നബിയാണ്, റസൂലാണ്, ഉലുൽ അസ്മിൽപ്പെട്ട ആളാണ്. പോയ ആളും നബിയാണ്, റസൂലാണ്, ഉലുൽ അസ്മിൽപ്പെട്ട ആളാണ്, ബാപ്പി മോനാണ്. അന ദഅവതു അബി ഇബ്രാഹിം. ഖാല ഹാദാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞത് മുഹമ്മദാണ്. ഫഖാല ലഹു ഇബ്രാഹിം. അപ്പോൾ മുഹമ്മദ് നബിയോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മുർ ഉമ്മതക ഫൽയുക്സിറു മിൻ ഗിറാസിൽ ജന്ന ഫഇന്ന തുർബതഹ തഹൂറുൻ
വഅർദുഹാ വാസിഅ. നിങ്ങളുടെ ജനതയോട് കൽപ്പിക്കുക മുഹമ്മദ് നബിയെ, എന്ത്? അവർ സ്വർഗത്തിലെ തൈകൾ വർദ്ധിപ്പിക്കട്ടെ. ഇത് പിതാവായ ഇബ്രാഹിം മകനായ റസൂലിനോട് നൽകിയ ഉപദേശം. അത് നബി നമുക്ക് പറഞ്ഞുതരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കും നിങ്ങൾക്കും പറഞ്ഞുതരാ, സ്വർഗത്തിലെ തൈകൾ വർദ്ധിപ്പിക്കട്ടെ. കാരണം അതിലെ മണ്ണ് ശുദ്ധവും ഭൂമി വിശാലവുമാണ്. അപ്പൊ നബി ചോദിച്ചു, വമാ ഗിറാസുൽ ജന്ന, ഇബ്രാഹിം നബി എന്താ സ്വർഗത്തിലെ തൈകൾ എന്ന് പറഞ്ഞാൽ? ഖാല, ഇബ്രാഹിം നബി പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ സദസ്സിലിരിക്കണ ഏറ്റവും പ്രായമുള്ള ആളോടും ഈ സദസ്സിരിക്കണ ഏറ്റവും ചെറിയ ആളോടും എനിക്ക് പറയാനുള്ളത് നസീഹത്ത്, ഇത് നിങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നോക്കൂ, നിങ്ങൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഇല്ലെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അലൽ അർളി അഹദുൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇല്ലാ കുഫിറത് അൻഹു ഖതായാ വലൗ കാനത് മിസ്ല സബദിൽ ബഹർ. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഇല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഭൂമുഖത്തുള്ള ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. അത് സമുദ്രത്തിലെ നുര പോലെയാണെങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തിർമിദി 3460 നമ്പറായി ഉദ്ധരിച്ച ഹദീത്താണ്. അല്ലാമ അൽബാനി റഹ്മഹുല്ലാ ഹസനാണ് എന്ന് ഹുക്മ നൽകിയ ഹദീത്താണ്. പ്രിയമുള്ളവരെ, ഈ വായിച്ചതിൽ നിന്ന് ഈ കലിമത്തിന്റെ ഗുണങ്ങൾ ധാരാളമാണ്. ഏതാ കലിമത്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത? അർശിന് താഴെയുള്ള സ്വർഗത്തിലെ നിധികളിൽപ്പെട്ടൊരു നിധിയാണ്, സ്വർഗത്തിലെ വാതിലുകളിൽപ്പെട്ട ഒരു വാതിലാണ്, സ്വർഗത്തിലെ തൈകളാണ്, സ്വർഗത്തിലെ തൈകളാണ്. മാത്രമല്ല പാപങ്ങൾ പൊറുക്കപ്പെടും. അത് സമുദ്രത്തിലെ നുര പോലെ ഉണ്ടെങ്കിലും, ഇനി പറയാൻ പോണ ഹദീസിന്റെ ആശയം ഞാൻ ആദ്യം പറയാം. ആരെങ്കിലും രോഗിയായിരിക്കെ ഇത് പറയുകയും പിന്നീട് ആ പറഞ്ഞവനായി തന്നെ മരണപ്പെടുകയും ചെയ്താൽ അയാളെ നരകത്തിന്റെ തീ സ്പർശിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ തെളിവ്? അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു, അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമാ അന്നഹുമാ ഷഹിദ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സദ്ദഖഹു റബ്ബുഹു ഫഖാല ലാ ഇലാഹ ഇല്ലാ അന വഅന അക്ബർ. രണ്ടുപേരും സാക്ഷി ചെയ്യുന്ന നബി പറഞ്ഞു, എന്ത്? ഇത് പറഞ്ഞാൽ, ഈ വാക്ക് പറഞ്ഞാൽ വഇദാ ഖാല, ഈ വാചകം പറഞ്ഞാൽ, അതുപോലെ വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ ഖാല യഖൂലുല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന വഅന വഹദി. അപ്പോൾ അല്ലാഹു പറയും, എൻ്റെ അടിമ സത്യം പറഞ്ഞു, ഞാനല്ലാതെ യഥാർത്ഥ ഇലാഹായി ആരുമില്ല, ഞാൻ ഏകനാണ്. വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഖാല അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന വഹദി ലാ ശരീക ലഹു. അതുപോലെ വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് ഖാല അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ലിയ അൽ മുൽക്ക് വലിയൽ ഹംദ്. ഇങ്ങനെ ഒരു അടിമ പറഞ്ഞാൽ എൻ്റെ അടിമ ഹഖ് പറഞ്ഞു, ഞാനല്ലാതെ യഥാർത്ഥ ഇലാഹായി ആരുമില്ല, എനിക്ക് മാത്രമാണ് രാജാധിപത്യവും സർവസ്തുതികളും. ഇനി നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട പോയിന്റ് എന്തറിയോ? വഇദാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് ആരെങ്കിലും പറഞ്ഞാൽ ഖാല, അപ്പോൾ അല്ലാഹു പറയും, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബി. എൻ്റെ അടിമ ഹഖ് പറഞ്ഞു, ഞാനല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല, ഒരു കഴിവും ചലനശക്തിയും എന്നെ കൊണ്ടല്ലാതെ ഇല്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി നബി പറയാണ് അതിന്റെ താഴെ, വകാന യഖൂലു മൻ ഖാലഹാ ഫീ മറദിഹി ثم مات لم تطعمه النار. അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു, ആരെങ്കിലും തന്റെ രോഗത്തിന്റെ അവസ്ഥയിൽ ഇത് പറയുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്താൽ അയാളെ തീ തിന്നുകയില്ല, അഥവാ നരകം സ്പർശിക്കുകയില്ല എന്നർത്ഥം. എത്ര അനുഗ്രഹീതമായ ഒരു കലിമത്താണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ ഈ കലിമത്തിന്റെ ഫളലുകൾ, ഇതുകൊണ്ട് ലഭിക്കുന്ന ഫവായിദുകൾ, ഇതിന്റെ സമറാത്തുകൾ,
ഇത് നിരവധിയായി ഹദീത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മഹാനായ താബിഈ മക്ഹൂൽ റഹിമഹുല്ലാ, അദ്ദേഹം താബിഈകളിൽ പ്രസിദ്ധനാണ്. അദ്ദേഹം പറയാണ്, ഈ റിപ്പോർട്ട് നബിയിലേക്ക് മർഫൂആയി പറഞ്ഞതാണ്, അദ്ദേഹത്തിലേക്ക് ചേർത്തിട്ട് നമുക്കത് വായിക്കാൻ പറ്റുള്ളൂ. ഫമൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വലാ മൻജാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി, ഒരാൾ അങ്ങനെ പറഞ്ഞാൽ, ഇതിങ്ങനെ പറഞ്ഞാൽ, പതിവായി പറഞ്ഞാൽ, കശഫ അൻഹു 70 ബാബൻ മിനദ്ദുർരി അദ്നാഹുന്ന അൽ ഫഖർ, അവന് 70 പ്രയാസങ്ങൾ അല്ലാഹു തആല നീക്കി കൊടുക്കുന്നു. അതിലേറ്റവും ചെറുതെന്തറിയോ? ദാരിദ്ര്യമാണെന്ന്. എന്താണ് പറയേണ്ടത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വലാ മൻജാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി. ഏറ്റവും ചെറുത് ദാരിദ്ര്യമാണ്. അതല്ലാത്ത 70, അതടക്കമുള്ള 70ഓളം പാപങ്ങൾ, പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിച്ചെടുക്കുന്നു. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയാം, അദ്ദേഹം പറഞ്ഞ വാക്കെന്താ വെച്ചാൽ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ ഫഇന്നഹ ബിഹാ തുഹ്മലുൽ അഫ്ഖാൽ, അതുപോലെ വതുകാബദുൽ അഹ്വാൽ വയുനാലു റഫീഉൽ അഹ്വാൽ, ഇതാരെങ്കിലും പതിവായിട്ട് പറഞ്ഞാൽ അവന് എത്ര ഭാരമുള്ള കാര്യങ്ങളും എളുപ്പമാകുന്നു. എല്ലാവിധ ഭീതിയെയും അവൻ നേരിടുമെന്ന്, മാത്രമല്ല അവൻ ഉയർന്ന പദവി നേടുമെന്ന്. ഇത് മഹാന്മാര് പറയണത് അവരെ സ്വന്തം ഇഷ്ടത്തിനല്ല. ഹദീസുകളുടെ ഫവായിദുകൾ 2 നിലക്ക്, ഒന്ന് പഠിച്ചറിഞ്ഞിട്ടും മറ്റൊന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുമാണ്. നമ്മൾ ചിലതൊക്കെ പഠിച്ചറിഞ്ഞവർ മാത്രമേ ഉണ്ടാവും, എന്നാൽ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവരാണ് അവർ, അഹ്ലുസുന്നത്തിന്റെ ഇമാമികൾ. അദ്ദേഹത്തിന്റെ ശിഷ്യനായ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്കുകൂടി പറയട്ടെ. ടെൻഷനും വേവലാദികളും ഒരാളിൽ അധികരിച്ചാൽ അവൻ അധികമായി പറയട്ടെ എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നേരം വെളുത്ത് വൈകുന്നേരത്ത് പൊരേക്കെത്തണവരെ എന്തൊക്കെ ബേജാറും വപ്പറളോ നമുക്കെല്ലാവർക്കും. ഇരിക്കണ ചെറിയ മക്കൾക്ക് പോലും ഉണ്ടാവും ടെൻഷൻ. പഠിക്കുന്ന വിഷയത്തെ പറ്റി, ചോദ്യം ചോദിക്കുന്ന അധ്യാപകരെ പറ്റി, തിരിച്ച് പൊരേ ചെന്നാൽ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന മാതാപിതാക്കളെ പറ്റി, പലതിനെ പറ്റി. എല്ലാ അസ്വസ്ഥതകളും പരിഹരിക്കാനുള്ളൊരു വാചകമായി പഠിപ്പിക്കപ്പെട്ടു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് തന്നെയാണ് തോട്ടക്കാരനായ വ്യക്തിയോട് വിശ്വാസിയായ തന്റെ സുഹൃത്ത് അവന്റെ തോട്ടത്തിൽ വെച്ച് പറഞ്ഞ വാക്ക്. നിനക്ക് ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നു? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തആല അല്ലാഹുവിനെ ഓർക്കുന്ന, അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്ന ഇത്തരം അദ്കാറുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു തആല പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ അല്ലാഹുർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.